അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ നരിക്കുനിക്കടുത്ത് വീരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് മടവൂർ കാഫില ഉള്ളത്. അൽഹംദുലില്ലാ, ഇവിടെ ഉസ്താദിൻ്റെ പേര് എൻ്റെ പേര് അഹമ്മദ് കോയ. അഹമ്മദ് കോയ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെയൊക്കെ അറിയുന്നത് അഹമ്മദ് കോയ മുസ്ലിയാരെന്നാണ് അല്ലേ? അതെ. ഉസ്താദ് സി എം വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് ബന്ധപ്പെടാനും അതുപോലെ തന്നെ ഷെയ്ഖുന അടുത്ത് പോകാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അപ്പോൾ ഉസ്താദിൻ്റെ അനുഭവമാണ് ഇന്ന് മടവൂർ കാഫിലയിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ. നമുക്ക് എല്ലാവർക്കും ഷെയ്ഖുനയുടെ മദതും പൊരുത്തത്തിലായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ഉസ്താദെ റാഹത്തല്ലേ? റാഹത്ത് തന്നെയാണ്. ഉസ്താദ് സി എം വലിയുള്ളാഹിയെ ആദ്യമായിട്ട് മടവൂർ ഷെയ്ഖുനാനെ അറിയുന്നതും ബന്ധപ്പെടുന്നത് എങ്ങനെയായിരുന്നു? അത് ബഹുമാനപ്പെട്ട മടവൂർ പോയിട്ട് അവിടുന്ന് ബന്ധപ്പെടുകയാണ്. സി ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിൽ പോയത്. സി ഉസ്താദിന്റെ ശിഷ്യനല്ലേ? ആ ശിഷ്യനാണ്. 9 കൊല്ലം സി ഉസ്താദിൻ്റെ കൂടെയായിരുന്നു. മാഷാ അല്ലാഹ്. അവന് ഇവിടെയാണ് പിന്നെ അത്തിക്കോട്ടെ പള്ളിയിൽ അവിടെ ദർസ്. എന്നിട്ട് ഇങ്ങനെ കൂടെ നടക്കും. വാഹനങ്ങളിൽ കുറഞ്ഞ കാലമാണ്, അധികവും നടന്നാ പോകല്. ആര്? ബഹുമാനപ്പെട്ട സി എമ്മും കൂടെ നടക്കുന്ന ആളും നടന്നാ പോലെ ആരായാലും. അന്ന് നടക്കുന്ന കാലമായിരുന്നു. അന്ന് നടക്കുന്ന കാലമാണ്, അധികവും നടന്നാണ് പോകല്. അതായത് തീരെ പോകാത്ത സ്ഥലത്തൊക്കെ നടന്ന് പോയതാണ്. എന്നിട്ട് വീടുകളിലൊക്കെ കയറി ഇറങ്ങി ബഹുമാനപ്പെട്ടവർ വേണ്ട ഉപദേശങ്ങളൊക്കെ ചെയ്യും. ഇവിടെ ഒരു പ്രാവശ്യം വന്ന് കയറി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി, ഒരു കുറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കി ഈ വീട്ടിൽ. ഈ വീടല്ല, അന്ന് പഴയൊരു വീടാണ് ഈ സ്ഥലത്ത്. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം കുറേ ആൾക്കാർ കൂടി. അപ്പോൾ കൂടുതൽ ഭക്ഷണങ്ങൾ ഇങ്ങനെ തന്നാലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം വേണ്ടതുപോലെ ഉണ്ടായി തന്നാലെ. എങ്ങനെ ഉണ്ടായി എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഭക്ഷണം ഒരുപാട് ആളുകൾക്ക് കരുതിയില്ലായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കരുതിയായിരുന്നോ? ഇല്ല, കരുതിയില്ല. അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം കരുതിയുള്ളൂ. അതെ. അപ്പൊ ഒരുപാട് കുറഞ്ഞ അരി ഇട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ വരുന്നവർക്കൊക്കെ കുറേശ്ശെ കൊടുക്കാനുള്ള സാധിച്ചു. പിന്നെ വേണ്ടാത്ത സ്ഥലത്ത് എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് അത് ഉണ്ടാക്കും. അതായത് ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടാവും. അത് ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പുല്ലാളൂര് മെച്ചക്കുളം ഇങ്ങനത്തെ മദ്രസയിൽ ജോലി ചെയ്തു. 9 കൊല്ലം അവിടെ നിന്ന്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ കുറ്റിപ്പുറത്തെ പള്ളിയിൽ ദർസ് ഉണ്ടാക്കാൻ വന്നു. ആ പള്ളിയിലേക്ക്, പറയുന്നതിന് വിഷമമില്ലല്ലേ, ആ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഒരു 2 ഭാഗത്തൂടെയും കയറി വരണം. ഇപ്പോൾ റോഡുണ്ട്, അന്ന് റോഡില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ കയറി വന്ന് എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇവിടേക്ക് വരും, ഇവിടെ നമ്മൾ ദർസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ദർസ് ഉണ്ടാക്കി. അങ്ങനെ നല്ലൊരു ദർസ് ഉണ്ടായി. ശേഖരനുണ്ടാക്കി നല്ലൊരു ദർസ് കുറ്റിപ്പുറത്തെ പള്ളിയിൽ. ബഹുമാനപ്പെട്ടവരുടെ അതിൽ നല്ലൊരു ദർസ് അവിടെ ഉണ്ടായി. നല്ലൊരു ദർസ് വന്നു. അത് ഒരു വലിയ പ്രത്യേകതയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വേണ്ടതാ കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉപദേശിച്ചു കൊടുത്ത് വേണ്ടതുപോലെ ചെയ്യും. അതാണ് പ്രത്യേകത. അതായത് ഇന്നത്തെ മാതിരിയല്ല. അന്ന് വണ്ടിയോ കാര്യോ അലങ്കാരങ്ങളൊന്നുമില്ലാത്ത അലങ്കാരങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടമാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ നടന്ന് ഒപ്പിച്ചത്. ഇവിടെ വന്ന് ഇയാട് മഹലിലും പോയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഇയാട് മഹലിൽ ഇയാട് വന്നിട്ട് ഹുസൈനാജിൻ്റെ വീട്ടിലാണ് അധികവും താമസിച്ചത്. അവിടെ ബഹുമാനപ്പെട്ടവർ അക്കൂട്ടത്തിൽ ഞാനുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈനാജിൻ്റെ വീട്ടിൽ വന്നിട്ട് കിടക്കാനൊക്കെ അവിടേക്ക് വരും. നിങ്ങൾ ആരോടാ പറഞ്ഞിനോ? നിങ്ങളോട് ആരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പറഞ്ഞോ. ഹുസൈനാജിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച്
ബഹുമാനപ്പെട്ടവർ കിടന്നുറങ്ങി നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. പിന്നെ എത്രയോ മറന്നുപോയി സംഗതികളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഉസ്താദ് CM വലിയുല്ലാഹിയെ പോയി കണ്ടിട്ടുണ്ടോ തനിച്ച്? ഓ, അപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്? ഉസ്താദ് ഷെയ്ഖുന അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ചെന്നിട്ടുണ്ടോ? ഞാനവിടെ ചെന്ന് ആ വീട്ടിലേക്ക് കയറ്റി അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഞാനവിടെ ഇരുന്ന് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെയാണ് ഉണ്ടായത്. തീരെ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അങ്ങനെ അവിടെ എല്ലാ സംഗതിയും ഉണ്ടാക്കി തീർന്നു. പിന്നെ ഈ പറഞ്ഞ ഇവിടെ ഉണ്ടല്ലോ എന്തായാലും പറഞ്ഞിടയ്ക്ക് ദർശനത്തിയ നടത്തുന്ന മെച്ചക്കുളത്ത് നിന്ന് ആ മദ്രസയിൽ ആയിരുന്നു. അവിടെ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും എപ്പോഴും സംസാരിച്ച് വേണ്ടപ്പെട്ടതായ രീതിയിൽ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി വേണ്ടതുപോലെ സംസാരിക്കും. ഇതൊക്കെ ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഉസ്താദ് CM വലിയുല്ലാഹിനെ പോയിട്ട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടിരുന്നോ നിങ്ങൾ? ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ കാര്യം നിർവഹിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അഹമ്മദ് മുസ്ലിയാരെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അഹമ്മദ് കോയ മുസ്ലിയാരെ എന്ന് പറഞ്ഞ് വിളിച്ച് നിങ്ങൾ നല്ലൊരു രീതിയിലായി തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഉസ്താദ് ഉസ്താദിൻ്റെ അടുത്ത് ഓതുമ്പോഴേ ദർസ് കാലം കഴിഞ്ഞതിന് ശേഷം ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യമായിട്ടോ ഷെയ്ഖുനാനെ ബന്ധപ്പെട്ടോ അല്ലെ ഉസ്താദുമായിട്ട് ഷെയ്ഖുനാടെ ബന്ധം എങ്ങനെയായിരുന്നു? ഉസ്താദുമായിട്ടുള്ള ബന്ധം സാധാരണ പോലെയുള്ള ഒരു ബന്ധം മാത്രമാണ്. അങ്ങനെ ഉസ്താദിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാനും ആ കൂട്ടത്തിൽ പോയി ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ പോയി ബഹുമാനപ്പെട്ടവരെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഉസ്താദിന് അത് പള്ളിയിലും പോയിട്ടുണ്ട്, വീട്ടിലും പോയിട്ടുണ്ട്, പന്നൂര് വീട്ടിലും പോയിട്ടുണ്ട്. ചാലിൽ എന്ന് പറയും, പന്നൂര് ചാലിൽ ആ വീട്ടിലും പോയിട്ടുണ്ട്. CM വലിയുല്ലാഹിയെ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കി തീർത്തതാണ്. അതൊരു പ്രത്യേകതയാണ്. ഓരോ കാര്യവും പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ നാട്ടിലുള്ളതായ സാധുക്കളായ ഒരുപാട് ആൾക്കാർക്ക് പല ഗുണങ്ങളും ബഹുമാനപ്പെട്ടവരോട് കിട്ടിയിട്ടുണ്ട്. ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓ, മടവൂർ പോയി കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാ സംഗതിയിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിൽ പോയി ഷെയ്ഖുനാനെ കണ്ടപ്പോൾ ഷെയ്ഖുനായിട്ട് എന്താ അന്നത്തെ ഷെയ്ഖുനയുടെ അവസ്ഥ എന്തായിരുന്നു? അന്ന് അങ്ങനത്തെ കൂടുതലൊന്നുമില്ല, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ചോദിക്കുന്നതിന് മറുപടിയും പറയും. കൂടുതൽ സംസാരിക്കൂല. പിന്നെ എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടേ മുന്നോട്ട് നീങ്ങും. പിന്നെ പറയാനുള്ളത് ബഹുമാനപ്പെട്ട മടവൂർ ശേഖന എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നോട്ട് നീങ്ങലാണ്. പിന്നെ വാപ്പയും ഉമ്മയും ഒക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ബന്ധപ്പെടുന്നത്. കുഞ്ഞിബാബ മുസ്ലിയാർ എന്ന് പറയും. CMൻ്റെ ഉപ്പ കുഞ്ഞിമാമൻ ഉസ്താദ് വളരെയധികം നല്ല രീതിയിൽ ബന്ധപ്പെടും. പിന്നെ കുടുംബത്തിലുള്ളതായ കാര്യങ്ങളിലൊക്കെ നല്ല ഐശ്വര്യം തന്നിട്ടുണ്ട്. അന്ന് ഷെയ്ഖുനാക്ക് താടിയൊക്കെ ഉണ്ടോ? ചെറിയ താടിയുണ്ട്. വസ്ത്രരൂപം എന്തെങ്ങനെയായിരുന്നു? വസ്ത്രം ഇതുപോലത്തെ വസ്ത്രം തന്നെയാണ്. കുപ്പായിടുമായിരുന്നോ? കുപ്പായിടുന്ന കാലമായിരുന്നോ? ആണ് കുപ്പായിടുത്ത സാധാരണ വസ്ത്രം, സാധാരണ ഇതുപോലത്തെ വസ്ത്രങ്ങൾ തന്നെയാണ്. ഉസ്താദ് ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദ്വാരക്കുക. ബഹുമാനപ്പെട്ടവരുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനും ആനും കുറേ കൊല്ലങ്ങളോളം താമസിച്ച്
അത് തന്നെ ഒരു പ്രത്യേകതയാണ്. അതെ ഉസ്താദ് പ്രത്യേകമേ ദുആ ചെയ്യണം എല്ലാ കാര്യത്തിനും. അതുപോലെ എൻ്റെ കാര്യത്തിലും നിങ്ങളും ബന്ധപ്പെട്ടവരും ദുആ ചെയ്യും, തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ കാര്യത്തിലും. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ മടവൂർ കാഫിലെ കാണുന്ന കുടുംബങ്ങൾ ഉസ്താദിന്റെ ആഫിയത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കുക ഈ കുടുംബത്തിന് വേണ്ടി. അതുപോലെ ഉസ്താദ് നമുക്ക് വേണ്ടിയും ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. വലിയ വലിയ അനുഭവങ്ങളും നേരിട്ട് അനുഭവിച്ചവരുടെ അനുഭവങ്ങളാണ് കാഫില നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നിങ്ങളുടെ നാട്ടിലും CM വലിയുള്ളാനെ കണ്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക. നമുക്ക് ഷെയ്ഖുനാനെ നേരിൽ കണ്ട അനുഭവിച്ച ആളുകളാണല്ലോ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടെങ്കിൽ അറിയിക്കുക, നമ്മളോട് അവിടെ വരും. ആ അനുഭവങ്ങൾ മുഹിബ്ബീങ്ങൾക്ക് എത്താൻ ഇതൊരു മടവൂർ കാഫില ഒരു കാരണമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദബോധം തന്നു